ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പി ഉണ്ട്, കൂടെ ഉള്ളിക്കറിയുടെ റെസിപ്പി കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണുന്നതിനോടൊപ്പം തന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കല്ലേ, കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. അപ്പോൾ ഇതാ രാവിലെ തന്നെ അതുപോലെ പാല് തിളപ്പിക്കാനായിട്ട് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ കുറച്ച് പാല്, ചായ ഉണ്ടാക്കുന്നില്ല, ബദാം മിക്സ് ഉണ്ടാക്കാനായിട്ടുള്ള പാലാണ് കേട്ടോ അടുപ്പത്തേക്ക് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ആച്ചിയുടെ 5 രൂപയുടെ പാക്കറ്റാണ്. അപ്പോൾ ഇത് ആദ്യമായിട്ടാണ് കേട്ടോ വാങ്ങുന്നത്. ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് അറിയില്ല. പിന്നെ ആ പൗഡറിൽ തന്നെ ഷുഗറൊക്കെ ഉണ്ട്. അപ്പോൾ ഷുഗർ ഇടേണ്ട ആവശ്യമില്ല. ഒരു പാക്കറ്റ് മുഴുവൻ ഒരു ഗ്ലാസ് പാലിന് ആവശ്യമാണ്. പക്ഷെ ഞാൻ അര പാക്കറ്റ് ഇട്ടിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ശരിക്കും ഇത് മുഴുവനായിട്ട് വേണം. അപ്പോൾ ഞാൻ കുറച്ചിട്ടിട്ട് ബാക്കി പഞ്ചസാര ഇട്ടു കേട്ടോ. ശരിക്കും അതിൻ്റെ ആ മധുരം തന്നെയാണ് കറക്റ്റ്. ഞാനതിൻ്റെ പകുതി എടുത്തത് കൊണ്ട് മധുരം കുറവായിരുന്നു, അതുകൊണ്ട് കുറച്ച് പഞ്ചസാര ഇട്ടു എന്നുള്ളൂ കേട്ടോ. എന്തായാലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ തനിമോളും ഞാനും അത് കുടിച്ചു. ബാക്കിയുള്ളവരൊന്നും എണീറ്റിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം ഇനി അവർക്കൊക്കെ ഭൂരി ഉണ്ടാക്കാനായിട്ട് പോവുകയാണ്, എല്ലാവർക്കുള്ള ഭൂരി ഉണ്ടാക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതാ തനിമോള് നല്ല വികൃതിയിലാണ് കേട്ടോ. അടിയിൽ കുടം വെച്ചിട്ടുണ്ടായിരുന്നു, വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു, അത് വലിച്ചിടുകയാണ്. നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്നറിയില്ല, അടിയിലതാ നല്ല പണിയിലാണ്. കുറേ നേരം ഉള്ളിയും അതുപോലെ തന്നെ വെള്ളമൊക്കെ കുറച്ച് നേരം വലിച്ചിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവൾ കളിക്കുന്നതിൻ്റെ ഇടയ്ക്ക് എൻ്റെ പണിയും നോക്കുന്നുണ്ട്. അപ്പോൾ അതാ ഞാൻ പൊടിയൊക്കെ ഇട്ട് വെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് ഭൂരിക്കുള്ള മാവൊക്കെ ഒന്ന് കുഴച്ചെടുക്കുകയാണ് കേട്ടോ. അങ്ങനെ മാവൊക്കെ കുഴച്ച് വെച്ച് ഇനിയിപ്പോൾ അതിൻ്റെ മുകളിലോട്ട് കുറച്ച് ഓയിലൊന്ന് തടവിയിട്ട് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഡ്രൈ ആയി പോവാതിരിക്കാനായിട്ടാണ്. അപ്പോൾ ഈ മാവൊക്കെ ഒന്ന് റെഡിയായി വരുമ്പോഴേക്കും നമുക്കിതിലേക്കുള്ള കറിയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അത് കുഴച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ തനിമോൾ ഇവിടെ നല്ല കളിയിലാണ് കേട്ടോ. അവൾ അതിൻ്റെ ഇടയ്ക്ക് കംഫേർട്ട് പോയി എടുത്തിട്ട് വന്ന് നല്ല കളിയിലാണ്. അപ്പോൾ അതിൻ്റെ ആ സ്മെല്ല് കണ്ടിട്ടാണ് അവൾ ഇതുപോലെ മൂക്ക് പൊത്തിയിരിക്കുകയാണ് കേട്ടോ. ഇടയിൽ എന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയോ വായിൽ എന്തോ ആയിട്ട് അവൾ കാണിച്ചു തരികയാണ് കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഞാൻ ഉരുളക്കിഴങ്ങ് മസാല ഉണ്ടാക്കാനായിട്ട് ഇപ്പോൾ 2 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അതിപ്പോൾ ഒന്ന് തൊലിയൊക്കെ കളഞ്ഞെടുക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ കറി റെഡിയാക്കി എടുക്കണം. പിന്നെ എപ്പോഴും സൺഡേ സാറ്റർഡേ ദിവസങ്ങളിലൊക്കെ ഇതുപോലെ കാര്യമായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് ഉണ്ടാക്കുക. അല്ലാന്നുണ്ടെങ്കിൽ സാധാരണ എപ്പോഴും ദോശ തന്നെയാണ് കേട്ടോ. ഇനിയിപ്പോൾ കുക്കറിലോട്ട് എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉരുളക്കിഴങ്ങും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ മഞ്ഞൾപ്പൊടി, പച്ചമുളക്, അങ്ങനെ എല്ലാം ഇട്ട് വെള്ളം ഒഴിച്ചിട്ട് അടുപ്പത്തേക്ക് വെക്കാനായിട്ട് പോവുകയാണ്. അങ്ങനെ ഭൂരിയും മസാലക്കറിയും എല്ലാം തന്നെ ഉണ്ടാക്കി ഇപ്പോൾ കഴിക്കുകയാണ് കേട്ടോ. അപ്പം മുജിക്കയും അതുപോലെ തന്നെ റൈയും തനുവിന് ഇടയിൽ ഒരു പൊട്ട് കയ്യിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവൾക്കുള്ള കോറയൊക്കെ കൊടുത്തതിന് ശേഷമാണ് കേട്ടോ ഞങ്ങൾ കഴിക്കാനായിട്ടിരുന്നത്. അതിൻ്റെ ഇടയിൽ അതും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കഴിച്ചതിൻ്റെ ബാക്കി റൈമോൾ എടുത്തിട്ട് കഴിക്കാനായിട്ട് നിന്നതാണ്. അപ്പോൾ ഞാൻ അവൾക്ക് വേറെ വെച്ച് കൊടുത്തു കേട്ടോ. ഞാൻ എൻ്റെ തന്നെ കഴിക്കുകയും ചെയ്തു. അപ്പോൾ അവളാണ് കറി വിളമ്പുന്നത്. അപ്പോൾ കറി അവൾ വെള്ളം മാത്രം എടുത്ത് ഒഴിക്കുകയാണ് കേട്ടോ. അവൾക്ക് കറിവേപ്പിലയോ പച്ചമുളകോ ഉരുളക്കിഴങ്ങോ ഒന്നും പെടാനായിട്ട് പാടില്ല. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അവൾ കഴിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ നേരത്തെ ബാക്കി വെച്ചിട്ടല്ല, പെട്ടെന്ന് കറി ആവശ്യമായി വന്നപ്പോൾ എടുക്കാനായിട്ട് പോയതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആ സമയത്താണ് റൈമോള് എൻ്റെ പ്ലേറ്റ് എടുത്ത് കഴിക്കാനായിട്ട് തുടങ്ങിയത് കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഞാനും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എൻ്റെ കഴിക്കലൊക്കെ കഴിഞ്ഞ് തനിമോളിലേക്ക് ഉറക്കിയതിന് ശേഷമാണ് ഞാൻ വീണ്ടും കിച്ചണിലോട്ട് വന്നത്. അപ്പം ഞാൻ ഇന്നെന്താ വെജിറ്റബിൾസ് ഉള്ളതെന്ന് നോക്കിയിട്ട് കറി വയ്ക്കാനായിട്ടുള്ള വെജിറ്റബിൾസ് തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വെണ്ടയ്ക്ക ഉണ്ടായിരുന്നു. വെണ്ടയ്ക്കയാണ് പെട്ടെന്ന് നാശമായി പോകുന്ന ഐറ്റം കേട്ടോ. അപ്പം ഞാൻ അത് എടുക്കാമെന്ന് കരുതി. ഇല്ലാന്നുണ്ടെങ്കിൽ അത് അങ്ങനെ അളിഞ്ഞു പോകും. അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ചപ്പോഴാണ് ഉമ്മ പറയുന്നത് ഉള്ളി നേരാക്കിയിട്ടുണ്ട്, അപ്പം ഇന്ന് ഉള്ളിക്കറി വെക്കാമല്ലോ എന്ന്. അപ്പോൾ ഉള്ളി ഉമ്മ നേരാക്കുന്നുണ്ടായിരുന്നു. എല്ലാം തന്നെ മഴയായതുകൊണ്ട് വെയിലത്തൊന്നും വെക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇതൊക്കെ അളിഞ്ഞിട്ട് ചെറിയ പുഴുക്കളൊക്കെ വരാൻ തുടങ്ങി. കുറേ ഉള്ളി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുമ്മ ഇരുന്ന് നേരാക്കുമായിരുന്നു. അങ്ങനെ എല്ലാം വൃത്തിയാക്കിയതിന് ശേഷം അപ്പോൾ ഞാൻ കറി വെക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ചട്ടിയിലോട്ട് വെളിച്ചെണ്ണയും അതുപോലെ തന്നെ കുറച്ച് ഉലുവ കൂടി ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഉള്ളി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടാനുസരണം ഉള്ളി ഇടാം കേട്ടോ. ഉള്ളി നമ്മൾ എത്രത്തോളം ചെറിയ ഉള്ളി ഉപയോഗിക്കുന്നോ അത്രത്തോളം നല്ലതാണ്. ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിക്കാനൊക്കെ ഇത് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഉള്ളി ഇതുപോലെയൊക്കെ അധികം ആവുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കേടുവന്ന് പോവുകയാണെന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയാൽ മതി, നല്ലതാണ്.
അപ്പോൾ അതാ ചെറിയുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു മൂന്നോ നാലോ പച്ചമുളകും കുറച്ച് കറിവേപ്പില, ഒരു തണ്ട് കറിവേപ്പില കൂടി ഇട്ടിട്ട് നന്നായി തന്നെ ഇളക്കിയെടുക്കുക. എന്നിട്ട് ഇത് നന്നായി തന്നെ ഒന്ന് വാടി വരുന്ന സമയത്ത് ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 2.5 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കുക. ഇതിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറില്ലേ, പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായി തന്നെ പൊടികളൊന്ന് വഴറ്റിയെടുക്കുക. പിന്നെ നമ്മൾ മീൻകറിയൊക്കെ വെക്കില്ലേ, അതിൻ്റെ ഒരു ടേസ്റ്റാണ് കേട്ടോ ഇതുപോലെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ. അതുപോലെ തന്നെ കുറച്ച് തക്കാളി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. തക്കാളി ഒരു 3 എണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പാകത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ ഈ തക്കാളിയൊക്കെ നന്നായി തന്നെ ഉടഞ്ഞ് വരണം, അതിന് വേണ്ടിയാണ് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഇത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് മൂടി വെച്ചിട്ട് നമുക്ക് ഒന്ന് നന്നായി തന്നെ തിളപ്പിച്ച് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നന്നായി തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഇതിലേക്ക് പുളി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പുളി അടുപ്പത്ത് ഒന്ന് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായി തന്നെ ഇളക്കി കൊടുക്കുക. ഇനി ഇത് നന്നായി തിളച്ച് വരണം. ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് തേങ്ങ അരപ്പ് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിനുള്ള തേങ്ങ ഞാൻ ചിരവിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലൊരു അരമുറി തേങ്ങ ഉണ്ടാവും കേട്ടോ. അരമുറി തേങ്ങ മതിയാകും. അപ്പോൾ അരമുറി തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഇതിലേക്ക് അരയാൻ ആവശ്യമായ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് നന്നായി തന്നെ ഒന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഞാൻ നന്നായി തന്നെ ഇതൊന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തേങ്ങയൊക്കെ അരച്ചു. ഇനിയിപ്പോൾ കറി നന്നായി തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് തേങ്ങ അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായി തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ഇത് ഒരുപാട് ലൂസ് ആവാനായിട്ട് പാടില്ല കേട്ടോ, എന്നാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. എന്നാൽ ഒരുപാട് അങ്ങോട്ട് കുറുകാനും പാടില്ല. ഒരു ഇടയിൽ മീഡിയം കൺസിസ്റ്റൻസിയിൽ, ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് കറി കിട്ടാനായിട്ട്. ഇത് നന്നായി തന്നെ തിളച്ചതിന് ശേഷം ഇതിലേക്കുള്ള താളിപ്പ് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് താളിപ്പ് ഒഴിച്ചു കൊടുക്കുകയാണ്. താളിപ്പിനായിട്ട് വെളിച്ചെണ്ണയിലേക്ക് കടുകും കറിവേപ്പിലയും ഇട്ടിട്ടൊന്ന് താളിച്ചെടുത്തിട്ടുണ്ട്. അതുകൂടി ഒഴിച്ചിട്ടൊന്ന് മൂടി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ മീൻ പൊരിച്ചെടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ മീനിനുള്ള എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. മീൻ കൂടി ഒന്ന് പൊരിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് കടൽ കണ്ണനാണ് കേട്ടോ മീൻ. പിന്നെ മീൻ തലേ ദിവസം രാത്രി വാങ്ങി വെച്ചതുണ്ടായിരുന്നു, അത് പൊരിച്ചെടുത്തു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ മീനൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ മീൻ പൊരിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ ഭക്ഷണം കഴിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. ആ സമയത്താണ് തനിമോള് എണീറ്റതും. സമയം വൈകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾക്കുള്ള ഫുഡ് കൂടി ഒപ്പം തന്നെ ഞാൻ കഴിക്കുന്നതിനൊപ്പം കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ വൈകുന്നേരം ആയപ്പോൾ ബ്രെഡ് ഫ്രിഡ്ജിൽ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 4 എണ്ണം തന്നെ ഉണ്ടായിരുന്നുള്ളൂ. 5 എണ്ണം ഉണ്ട്, അടിയത്തെ ഒരു പീസ് കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ അത് മാറ്റി വെച്ചു. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാക്കാമെന്ന് കരുതി. പഴവും അതുപോലെ തന്നെ പഴുത്തിട്ടുണ്ടായിരുന്നു, നല്ലോണം പഴുത്തിട്ടുണ്ടായിരുന്നു. അതൊന്നും കളയണ്ടല്ലോ എന്ന് കരുതി. അങ്ങനെ ഇപ്പോൾ 4 ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ നടുക്കുള്ള പീസില്ലേ, അത് ഇതുപോലെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ 4 സൈഡും ഒന്ന് ജസ്റ്റ് നടുകൊന്ന് കട്ട് ചെയ്ത് ഈ കഷ്ണം നമുക്കൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാ ബ്രെഡും ഒന്ന് പീസാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ കണ്ടോ, ഈ ഒരു വലുപ്പത്തിലാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ എല്ലാം തന്നെ അതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ വേണം നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇനി നമുക്കൊരു ബാറ്റർ റെഡിയാക്കാനുണ്ട്. അതിനായിട്ട് ഒരു പാത്രത്തിലോട്ട് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ബ്രെഡ് കൂടുതലുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 എണ്ണം വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ ഒരു മുട്ടയും ഇതിലേക്ക് ബാക്കി ഒരു 5 ടേബിൾ സ്പൂൺ അളവിൽ പാല് കൂടി ഒഴിച്ചിട്ടുണ്ട്. 1/2 ടീസ്പൂൺ പഞ്ചസാര കൂടി ഇട്ടിട്ട് നന്നായി തന്നെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒഴിക്കുന്നത് വാനില എസൻസ് ആണ്. അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് ഏലക്കാപ്പൊടിയില്ലേ, അത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ സിനമൺ പൗഡർ ഇല്ലേ, പട്ട, കറുവപ്പട്ട, അത് പൊടിച്ചത് ഉണ്ടെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ അതുകൂടി മിക്സ് ചെയ്തിട്ട് നന്നായി മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഒരു പാനിലേക്ക് 1/2 ടീസ്പൂൺ ബട്ടർ ഒന്ന് ഒഴിച്ചിട്ട് ഇതുപോലെ നന്നായി തന്നെ ഒന്ന് മെൽറ്റാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ലോ ഫ്ലെയിമിൽ വേണം ഇടാനായിട്ട്. എന്നിട്ട് ഇതുപോലെ ബ്രെഡ് പീസ് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഇതുപോലെ നേന്ത്രപ്പഴം ഒന്ന് കട്ട് ചെയ്തിട്ട് ചെറുതായി കട്ട് ചെയ്തിട്ട് അതുകൂടി വെച്ച് കൊടുക്കുക. പിന്നെ
നിങ്ങൾക്ക് ബട്ടർ ഇല്ലെങ്കിലും കുഴപ്പമില്ല, നെയ്യായാലും മതി കേട്ടോ, അതായാലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് പഴം വെച്ച് കൊടുക്കുന്നുണ്ട്. ഏത് പഴമായാലും കുഴപ്പമില്ല കേട്ടോ, നേന്ത്രപ്പഴമോ അതുപോലെ തന്നെ ചെറുപഴം, റോബസ്റ്റ ഏത് വേണമെങ്കിലും എടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഇതാ മുട്ടയുടെ ആ ബാറ്റർ കൂടി നടുക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നടുക്ക് ലെവൽ ഇതുപോലെ ഈ പഴത്തിൻ്റെ ഒപ്പം തന്നെ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ലോ ഫ്ലെയിമിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും, പഴമാണുള്ളത്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. എന്നിട്ട് ഇതാ ബ്രെഡ് പീസ് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ, നന്നായി തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക, എന്നാലേ ആ പീസ് നന്നായി തന്നെ അതിൽ ഒട്ടിയിരിക്കുകയുള്ളൂ കേട്ടോ. അതാ ഇതുപോലെ നന്നായി തന്നെ പ്രസ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതാ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ, ഒരു സൈഡൊന്ന് മൊരിഞ്ഞ് കിട്ടണം. അപ്പോൾ ഇതാ ഒരു സൈഡ് മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്, അടുത്ത സൈഡും അതേപോലെ തന്നെ നന്നായി തന്നെ ഇത് മൊരിച്ചെടുക്കണം കേട്ടോ, അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. പിന്നെ ഇത് നല്ല ചൂടോടുകൂടി തന്നെ കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഇതാ ഇത് റെഡി ആയിട്ടുണ്ട്, അത് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ ഇത്ര ആയിക്കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് ചായയുടെ കൂടെ കഴിക്കാനും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ കുട്ടികൾക്ക് സ്നാക്സ് ആയിട്ട് കൊണ്ടുപോകാനും സ്കൂളിലേക്ക് കൊണ്ടുപോകാനും പറ്റിയ ഒരു അടിപൊളി സ്നാക്സ് ആണ് കേട്ടോ. ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ ഇതാ തനിമോള് അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, പിച്ചി കഴിക്കുന്നുണ്ട്. അവൾ അതിൻ്റെ ആ നടുഭാഗം മാത്രമേ കഴിച്ചുള്ളൂ കേട്ടോ, ബാക്കി അവിടെ വെച്ചിട്ട് പോയി. ബാക്കിയുള്ള ഭാഗം ക്രിസ്പി ആയതുകൊണ്ടും അതുപോലെ കുറച്ചൊന്ന് തണുത്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടും അവൾ കഴിച്ചില്ല കേട്ടോ. അപ്പോൾ നടുഭാഗം എന്തായാലും അവൾക്ക് നന്നായി തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്താത്തവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. ഇനി അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.